വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രേക്കർ. ഞാൻ ശരണ്യ. ഇപ്പോൾ കേട്ടിട്ടിൻ്റെ അവസാനഘട്ട ഒരുക്കത്തിലായിരിക്കും എല്ലാവരും എന്ന് പറയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കേട്ടറ്റ് കാറ്റഗറി 2 സയൻസ് എന്നൊരു ഓപ്ഷൻ എടുത്തവരുണ്ടാവും. അതെ, സയൻസിലെയും മാത്സിലെയും കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ്. നോക്കാം. ഒന്നാമത്തെ ചോദ്യം, 12 കൊണ്ടും 15 കൊണ്ടും 18 കൊണ്ടും നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? എന്താണ്? 12 കൊണ്ട് ഹരിക്കാൻ പറ്റണം, 15 കൊണ്ടും ഹരിക്കാൻ പറ്റണം, 18 കൊണ്ട് ഹരിക്കാൻ പറ്റണം. എന്തായിരിക്കണം? ഏറ്റവും ചെറിയ സംഖ്യ ആയിരിക്കണം. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഈ ചോദ്യം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? 12ൻ്റെ 15ൻ്റെ 18ൻ്റെ LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ 12 കൊണ്ട് ഹരിക്കാൻ പറ്റണമെങ്കിൽ എന്തായിരിക്കണം? 12ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം അല്ലേ? 15 കൊണ്ട് ഹരിക്കാൻ പറ്റണമെങ്കിൽ 15ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. 18 കൊണ്ട് ഹരിക്കാൻ പറ്റണമെങ്കിൽ എന്തായിരിക്കണം? 18ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അതുകൊണ്ട് ഇതിൻ്റെ മൂന്നിൻ്റെയും എന്ത് കണ്ടുപിടിക്കുക? LCM കണ്ടുപിടിക്കുക. LCM കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയാം. ഇവിടെ കോമൺ ആയിട്ട് നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പം 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 കിട്ടും, 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 കിട്ടും, 18നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 6 കിട്ടും. നെക്സ്റ്റ് നമുക്ക് 2 കൊണ്ട് ചെയ്യാം. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? 2 കിട്ടുന്നു. 5നൊന്നും ചെയ്യാനില്ല, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പോൾ 5 എന്ത് ചെയ്യും? അതേപോലെ താഴത്തേക്ക് എടുത്തെഴുതും. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 3 വരും. അപ്പോൾ എല്ലാം പ്രൈം നമ്പേഴ്സായി അല്ലേ? ഇനി നമുക്ക് LCM കണ്ടുപിടിക്കാം. എങ്ങനെയാണ് LCM കണ്ടുപിടിക്കുന്നത്? ഈ നമ്പറുകളെല്ലാം എടുത്തെഴുതുക അല്ലേ? 3 × 2 × 2 × 5 × 3. ഓക്കെ, ഇത് ചെയ്യുന്ന സമയത്ത് 3 × 2 എത്രയാണ്? 5 ആണ്. 3 × 2 6 ആണ്. 6 × 2 12 ആണ്. 12 × 5 എത്രയാ? 12 × 5 60. 60 × 3 നമ്മുടെ ആൻസർ 180. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതൊരു പ്രീവിയസ് ഇയർ ചോദ്യമാണ് മാത്സിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. രാജു ഒരു ജോലി 10 ദിവസം കൊണ്ടും ദീപു അത് 15 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുമെങ്കിൽ രണ്ടുപേരും കൂടി ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? ഇതേതാണ്? നമ്മുടെ സമയവും ജോലിയും ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ അല്ലേ? ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസേ കേട്ടറ്റിന് ഈ ഒരു ഭാഗത്തു നിന്ന് വരാറുള്ളൂ. അങ്ങനെയുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്. എന്താണ് ഇവിടെ? രാജു, ഇത് നമുക്ക് LCM മെത്തേഡ് വഴിയാണ് നമ്മൾ ചെയ്യുന്നത്, ഇക്വേഷൻസ് അല്ല. LCM മെത്തേഡ് വഴി ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. രാജു ഒരു ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? 10 ദിവസം കൊണ്ട് ചെയ്യുന്നു. ഓക്കെ, അടുത്തത് എന്താണ്? ദീപു. ദീപു അതേ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? 15 ദിവസം കൊണ്ടും ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ ഈ ജോലി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 10ൻ്റെയും 15ൻ്റെയും LCM കണ്ടുപിടിക്കണം. ഓക്കെ, എന്താണ് കണ്ടുപിടിക്കേണ്ടത്? 10ൻ്റെയും 15ൻ്റെയും LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. 10ൻ്റെയും 15ൻ്റെയും LCM എത്രയാണ്? 30 ആണ്. ഓക്കെ, എത്രയാണ്? ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ 10ൻ്റെയും 15ൻ്റെയും ഏറ്റവും ചെറിയ കോമൺ ആയിട്ട് വരുന്ന മൾട്ടിപ്പിൾ ഏതാണ്? 30 ആണ്. അപ്പം നമുക്ക് ഇതിൻ്റെ LCM എത്ര കിട്ടി? 30 കിട്ടി. ഓക്കെ, LCM എത്ര കിട്ടി? 30 കിട്ടി. അപ്പം നമ്മുടെ ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? 30 ആണ്. ആ 30 വർക്ക് ചെയ്യാൻ, അതായത് അടുത്ത ചെയ്യേണ്ടത് രാജു ചെയ്യുന്ന വർക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? 30നെ 10 കൊണ്ട് ചെയ്യുക, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം രാജു ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 ആണ്. അല്ലെങ്കിൽ 10 30 ആവണമെങ്കിൽ നമ്മൾ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? 15 30 ആവണമെങ്കിൽ നമ്മൾ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ രാജു ഒരു ദിവസം ചെയ്യുന്ന ജോലി എത്രയാണ്? 3 ആണ്. ഓക്കെ, രാജു ഒരു ദിവസം ചെയ്യുന്ന ജോലി എത്രയാണ്? 3 ആണ്. അതേപോലെ ദീപു ഒരു ദിവസം ചെയ്യുന്ന ജോലി എത്രയാണ്? 2 ആണ്. അപ്പം അവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഒരു ദിവസം എത്ര ജോലി ചെയ്യും? രാജു 3 ജോലി ചെയ്യും, ദീപു 2 ജോലി ചെയ്യും അല്ലേ? അപ്പം അവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഒരു ദിവസം എത്ര ജോലി ചെയ്യും? 5 ജോലി ചെയ്യും അല്ലേ? ഒരു ദിവസം എത്ര ജോലി ചെയ്യും? 5 ജോലി ചെയ്യും. അപ്പം നമ്മുടെ ടോട്ടൽ വർക്ക് എത്രയാണ്? ടോട്ടൽ ജോലി എത്രയാണ്? 30 ആണ് അല്ലേ? ടോട്ടൽ ജോലി എത്രയാണ്? 30 ആണ്. അപ്പോൾ ഒരു ദിവസം അവർ 5 ജോലി ചെയ്യും. അപ്പം ടോട്ടൽ 30 ജോലി, ഒരു ദിവസം 5 ജോലി വെച്ച് അവർക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും? 6 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റും. ക്ലിയർ ആയല്ലോ? അപ്പോൾ അവർക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട്? 6 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്, 6 ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ LCM മെത്തേഡ് വഴി ചെയ്തു. ആദ്യം 10ൻ്റെയും 15ൻ്റെയും LCM 30 കിട്ടി. ഇനി 10 30 ആവാൻ നമ്മൾ ഏത് കൊണ്ട് ഇൻറ്റു ചെയ്യണം? 3 കൊണ്ട് ചെയ്യണം. അതാണ് രാജു ഒരു ദിവസം ചെയ്യുന്ന ജോലി. അടുത്ത ദീപുവിൻ്റെ കണ്ടുപിടിച്ചു. 15 30 ആവാൻ നമ്മൾ 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം അല്ലേ? ആ 2 ആണ് എന്ത്? ദീപു ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഒരു ദിവസം എത്ര ജോലി ചെയ്യും? 5 ജോലി ചെയ്യും. ടോട്ടൽ 30 ജോലിയാണ്. 30 ഡിവൈഡഡ് ബൈ 5 ചെയ്ത് കഴിഞ്ഞാൽ 6 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ദൂരം, ഡിസ്റ്റൻസ് ആൻഡ് ടൈമുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്.
100 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 72 കിലോമീറ്റർ പെർ ഹവർ സഞ്ചരിക്കുന്നു. ഈ ട്രെയിൻ 500 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകാൻ എടുക്കുന്ന സമയം എത്ര? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് 2 യൂണിറ്റുകൾ നിങ്ങൾക്ക് കാണാം അല്ലേ. ഒന്ന് മീറ്ററിലാണ്, അടുത്തത് എന്താണ്? കിലോമീറ്റർ പെർ ഹവറിലാണ്. അപ്പോൾ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മുടെ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ആദ്യം യൂണിറ്റ് മാറ്റണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതൊക്കെ എഴുതാം. 100 മീറ്റർ നീളമുള്ള ട്രെയിൻ. ഓക്കെ, ട്രെയിനിൻ്റെ നീളം തന്നിട്ടുണ്ട്. എത്രയാണ്? 100 മീറ്റർ ആണ്. അടുത്തത് എന്താണ്? പാലം. പാലത്തിൻ്റെ നീളവും തന്നിട്ടുണ്ട്. പാലത്തിൻ്റെ നീളം എത്രയാണ്? 500 മീറ്റർ ആണ്. അപ്പം നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? സമയമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പം നമുക്കറിയാം ദൂരം ഈക്വൽ ടു, ദൂരം എന്ന് പറഞ്ഞാൽ എന്താണ്? വേഗത ഇൻറ്റു സമയമാണ്. ദൂരം ഈക്വൽ ടു വേഗത ഇൻറ്റു സമയമാണ്. ഇവിടെ ട്രെയിൻ ആയതുകൊണ്ട് നമ്മൾ ദൂരം എടുക്കുന്നത് ട്രെയിനിൻ്റെ നീളവും പാലത്തിൻ്റെ നീളവും കൂടി ആഡ് ചെയ്യണം അല്ലേ. അപ്പം നമുക്കിവിടെ സമയം കണ്ടുപിടിക്കണം. സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. സമയം ഈക്വൽ ടു എന്ത് വരും? ദൂരം ഡിവൈഡഡ് ബൈ വേഗത എന്ന് വരും. ദൂരം ഡിവൈഡഡ് ബൈ വേഗത എന്ന് വരും. ദൂരം നമുക്ക് ഓൾറെഡി അറിയാം. എന്താണ് ദൂരം എന്ന് പറഞ്ഞാൽ? നമ്മൾ ട്രെയിനിൻ്റെ നീളവും പാലത്തിൻ്റെ നീളവും കൂടി ആഡ് ചെയ്താണ് എന്ത്? ദൂരം എന്ന് പറഞ്ഞത്. അടുത്തത് വേഗതയാണ്. വേഗത നമുക്കറിയാം മീറ്ററിലാണ് തന്നിരിക്കുന്നതെങ്കിൽ, നമുക്ക് തന്നിരിക്കുന്നത് മീറ്ററിലാണെങ്കിൽ വേഗത എന്തിൽ തരണം? മീറ്റർ പെർ സെക്കൻഡിൽ തരണം അല്ലേ. വേഗത എന്തിൽ തരണം? മീറ്റർ പെർ സെക്കൻഡിൽ തരണം. പക്ഷെ ഇവിടെ മീറ്റർ പെർ സെക്കൻഡിലാണോ തന്നിരിക്കുന്നത്? അല്ല, കിലോമീറ്റർ പെർ ഹവറിലാണ് അല്ലേ. വേഗത തന്നിരിക്കുന്നത് എന്തിലാണ്? കിലോമീറ്റർ പെർ ഹവറിലാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ വേഗതയെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. അതായത് കിലോമീറ്റർ പെർ ഹവർ, കിലോമീറ്റർ പെർ ഹവർ എന്ത് ചെയ്യാണ് നമ്മൾ? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുകയാണ് അല്ലേ. വലിയ യൂണിറ്റിന് നമ്മൾ ചെറുതാക്കി മാറ്റുകയാണ്. അപ്പം നമ്മൾ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? വലുതിനെ ചെറുതാക്കുന്നു അല്ലേ. അപ്പം ചെറിയ സംഖ്യ കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ ഇവിടെ എന്ത് വരും? 5/18 കൊണ്ട് നമ്മൾ അതിനെ ഇൻറ്റു ചെയ്യണം. ക്ലിയർ ആയല്ലോ? 5/18 കൊണ്ട് നമ്മൾ അതിനെ ഇൻറ്റു ചെയ്യും. അപ്പോൾ അതെന്തിലേക്ക് മാറ്റും? മീറ്റർ പെർ സെക്കൻഡിലേക്കായിട്ട് മാറും. ഇപ്പോൾ ഒരു 18 ആണ്. 4 എത്രയാണ്? 72 ആണ്. അപ്പോൾ 4 × 5 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. എന്താണ് വേഗത കിട്ടുന്നത്? 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് വേഗതയ്ക്ക് ഇവിടെ എന്ത് കൊടുക്കാം? 20 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 600 ഡിവൈഡഡ് ബൈ 20 എന്ന് വരും. നമ്മുടെ ആൻസർ എത്ര വരും? 30 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. എത്രയാണ്? 30 സെക്കൻഡ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ക്ലിയർ ആയല്ലോ? ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? യൂണിറ്റ് ഒക്കെ ഒരുപോലെ ആയിരിക്കണം. ഇത് മീറ്ററിലാണെങ്കിൽ തന്നിരിക്കുന്നത് എന്തിലായിരിക്കണം? വേഗത മീറ്റർ പെർ സെക്കൻഡിലായിരിക്കണം അല്ലേ. തന്നിരിക്കുന്ന വേഗത മീറ്റർ പെർ സെക്കൻഡിലായിരിക്കണം. അപ്പം നമ്മൾ 72 കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ സാധാരണ കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ ചെയ്തു. അടുത്ത ചോദ്യം ഭിന്നസംഖ്യയായിട്ട് ബന്ധപ്പെട്ടതാണ്. ഭിന്നസംഖ്യ എന്നൊരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. K2-ന് ഭിന്നസംഖ്യ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഭിന്നസംഖ്യയായിട്ട് ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങളുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു ടാങ്കിൽ 1500 ലിറ്റർ വെള്ളം കൊള്ളും. 3/10 ഭാഗം വെള്ളം അതിലിപ്പോൾ ഉണ്ട്. അതെങ്കിൽ എത്ര ലിറ്റർ വെള്ളമുണ്ട് അതിൽ? ഒരു ടാങ്കിൽ ആകെ എത്ര കൊള്ളും? 1500 കൊള്ളും അല്ലേ. 1500-ന്റെ 3/10 ഭാഗം അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത് അല്ലേ. 1500-ന്റെ 3/10 ഭാഗം അതിലുണ്ട്. അപ്പോൾ 0യും 0യും ക്യാൻസൽ ചെയ്തു. 15 × 3 45-ഉം ഒരു 0യും. ഇപ്പം അതിൽ എത്ര ലിറ്റർ വെള്ളമുണ്ട്? 450 ലിറ്റർ വെള്ളമുണ്ട്. സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ഭിന്നസംഖ്യയിലൊരു ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം സയൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കണക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ ഏരിയയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അതൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് അതിൽ ബാക്കിയുള്ള റിലേറ്റഡ് പ്രോബ്ലംസ് ഒക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് നോക്കുക. ഓക്കെ, അടുത്ത സയൻസിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ഗ്ലാസ്സിലെ ജലത്തിൽ ചിരിച്ചു വെച്ചിരിക്കുന്ന പെൻസിൽ മുറിഞ്ഞതുപോലെ കാണുന്നത് എന്ത് പ്രതിഭാസമാണ് എന്നാണ് ചോദ്യം. നമുക്കറിയാം അല്ലെ, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കേട്ടിട്ടും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താണ്? ഒരു ഗ്ലാസ്സിൽ നമ്മൾ പെൻസിൽ ഇട്ട് കഴിഞ്ഞാൽ, വെള്ളത്തിലേക്ക് പെൻസിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താവുന്നു? അത് ചെരിഞ്ഞ പോലെ കാണുന്നു അല്ലേ. ആ ഒരു പ്രതിഭാസനം നമ്മൾ പറയുന്ന പേരെന്താണ്? അപവർത്തനം അല്ലേ. ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ പ്രകാശത്തിന് എന്തുണ്ടാവുന്നു? അതിന്റെ ദിശയിൽ വ്യത്യാസം ഉണ്ടാവുന്നു അല്ലേ. അതുകൊണ്ടാണ് എന്ത് വരുന്നത്? അപവർത്തനം. ആ ഒരു പ്രവർത്തനത്തെയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അപവർത്തനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ചെരിച്ചു വെച്ചത് ചെരിഞ്ഞതുപോലെ കാണാൻ കാരണം എന്താണ്? അപവർത്തനമാണ്. പിന്നെ പ്രതിപതനം ചോദിക്കാറുണ്ട്. പ്രതിപതനം എന്താണ്? ഒരു പ്രകാശം ഒരു വസ്തുവിൽ തട്ടി തിരിച്ചു വരുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രതിപതനം. പ്രകീർണനം, CD-യില് പല കളറുകൾ കാണാൻ കാരണം എന്താണ്? പ്രകീർണനം അല്ലെ ചോദിക്കാറുണ്ട്. CD-യില് പല കളറുകൾ കാണാൻ കാരണം എന്താണ്?
പ്രകീർണനം. അടുത്തത് വിസരണം. വിസരണത്തിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാ ചോദിക്കാറ്? ആകാശത്തിന്റെ നീല നിറത്തിന് കാരണം, കടലിലെ നീല നിറത്തിനൊക്കെ കാരണം എന്താണ്? വിസരണമാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, വിറക് കത്തുന്ന അടുപ്പിന് സമീപത്ത് നിൽക്കുമ്പോൾ ചൂട് അനുഭവപ്പെടുന്നതിന് കാരണം എന്താണ്? വിറക് കത്തുന്ന അടുപ്പിന് സമീപത്ത് നിൽക്കുമ്പോൾ ചൂട് അനുഭവപ്പെടുന്നു. അതിന് കാരണം സുജാലകത്തിന്റെ സാന്നിധ്യം, ചാലനം, വികിരണം, സംവഹനം. എന്തായിരിക്കും? നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ ചൂട് അനുഭവപ്പെടാൻ കാരണം അതാണ് ഏത്? വികിരണം എന്ന് പറയുന്ന പ്രതിഭാസം. എന്താണ്? വികിരണം. നമ്മൾ സൂര്യനിൽ നിന്ന് ചൂട് ഭൂമിയിലേക്ക് വരുന്നത് എന്താണ്? വികിരണമാണ് അല്ലെ? നമ്മൾ കത്തുന്ന ഒരു ബൾബിന് ചുവട്ടിൽ നിൽക്കുമ്പോൾ ചൂട് അനുഭവപ്പെടാൻ കാരണം എന്താണ്? അതും എന്താണ്? വികിരണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ പ്രൊജക്റ്റ് രീതിയുടെ സവിശേഷത അല്ലാത്തത് ഏത്? പ്രൊജക്റ്റിന്റെ സവിശേഷത അല്ലാത്തത് ഏത് എന്നാണ്. പഠനത്തിൽ താല്പര്യം വളരുന്നു, ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നു, അപഗ്രഥന ശേഷി വളരുന്നു, ഗവേഷണ മനോഭാവം വളരുന്നു. ഇതിലേതായിരിക്കും പ്രൊജക്റ്റ് രീതിയുടെ സവിശേഷത അല്ലാത്തത്? നമുക്കറിയാം അല്ലെ, നമ്മൾ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നു എന്നത് എന്താണ്? പ്രൊജക്റ്റിന്റെ സവിശേഷതയല്ല. ബാക്കി പഠനത്തിൽ താല്പര്യം വളരാനും അപഗ്രഥന ശേഷി വളരാനും പിന്നെന്താണ് ഗവേഷണ മനോഭാവം വളരാനൊക്കെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? പ്രൊജക്റ്റ് മെത്തേഡാണ്. അപ്പോൾ ഇവിടെ അല്ലാത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നു എന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇൻസിറ്റു കൺസർവേഷന് ഉദാഹരണം ഏത്? ഇൻസിറ്റു കൺസർവേഷൻ ഉണ്ട്, എക്സിറ്റു കൺസർവേഷൻ ഉണ്ട് അല്ലെ? അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻസിറ്റു കൺസർവേഷന് ഉദാഹരണം എന്നാണ്. ഓപ്ഷൻ എ ബൊട്ടാണിക്കൽ ഗാർഡൻ, ഓപ്ഷൻ ബി കാവുകൾ, ഓപ്ഷൻ സി വിത്ത് ബാങ്കുകൾ, ഓപ്ഷൻ ഡി മൃഗശാല. ഇതിലേതാണ് ഇൻസിറ്റു കൺസർവേഷൻ ഉദാഹരണം? നമുക്കറിയാം, ഓപ്ഷൻ ബി കാവുകളാണ് അല്ലെ? എന്താണ് അവിടെ അതിന്റെ പ്രത്യേകത? എന്താണ്? അതിന്റെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയിൽ തന്നെ അതിനെന്ത് ചെയ്യുന്നു? സംരക്ഷിക്കുന്നു അല്ലെ? അതെവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ അതിനെ സംരക്ഷിക്കുന്നതാണ് എന്ത് പറയുന്നത്? ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. ഇത് ബൊട്ടാണിക്കൽ ഗാർഡൻ ആയാലും വിത്ത് ബാഗുകളും മൃഗശാലയ്ക്ക് എന്താണ്? അതിന്റെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥ. മൃഗശാലയിൽ മൃഗങ്ങളെ ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഏതാണ്? കാടുകളാണ് അല്ലെ? അതിനെ കാടിൽ നിന്ന് സ്വാഭാവികമല്ലാത്തൊരു ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് അതിനെന്ത് ചെയ്യുന്നു? സംരക്ഷിച്ച് നിർത്തുന്നു. അതാണ് ഏത്? മൃഗശാല, ബൊട്ടാണിക്കൽ ഗാർഡനും വിത്ത് ബാഗുകളൊക്കെ അല്ലെ? അപ്പൊ ഇവിടെ ഇൻസിറ്റു കൺസർവേഷൻ എക്സാമ്പിൾ ഏതാണ്? കാവുകളാണ്. അതായത് അതിന്റെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയിൽ അതിനെന്ത് ചെയ്യുന്നു? സംരക്ഷിച്ചു നിർത്തുന്നു. ഓക്കെ, ഇത്രയൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് കുറച്ച് സയൻസിലെയും അതേപോലെ തന്നെ മാത്തമാറ്റിക്സിലെയും ചോദ്യങ്ങൾ. അപ്പൊ ഈ രീതിയിലാണ് ഏതിന് ചോദ്യങ്ങൾ വരുന്നത്? K2 സയൻസിന് ചോദ്യങ്ങൾ വരാറുള്ളത്. അപ്പൊ നന്നായിട്ട് പഠിച്ചിട്ട് പോകേണ്ട ഒരു ഏരിയ ആണ് ഏത്? സയൻസിലെ ഓരോ പോർഷനും എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ കണ്ടെത്തി കഴിഞ്ഞ് ആ ഒരു ഏരിയയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? നിങ്ങൾ ഇനിയുള്ള സമയം പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ Ktet കാറ്റഗറി 1-നും 2-നും വേണ്ടിയിട്ട് 20 മണിക്കൂർ ലൈവ് ക്ലാസ് ഉൾപ്പെടെ ഒരു ബൂസ്റ്റർ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്തിട്ട് പോകും. നിങ്ങൾക്ക് Ktet പാസ്സാവാൻ സഹായകരമാവുന്ന രീതിയിൽ എന്ത് ചെയ്യും? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകും. അതാണ് നമ്മളെ ബൂസ്റ്റർ കോഴ്സിൽ ചെയ്യുന്നത്. 20 മണിക്കൂർ ലൈവ് ക്ലാസ്സുകളാണ്. ആ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സും തരും. ആ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട PDF നോട്ടുകളും പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ്. 10 ദിവസമാണ് നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവുന്നത്. 2 മണിക്കൂർ വെച്ചിട്ടാണ് എന്ത്? ഡെയിലി ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മളെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഇത് കഴിഞ്ഞ Ktetന്റെ റിസൾട്ടാണ്. അടുത്ത റിസൾട്ടിൽ നിങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്